തൃശൂരിൽ ഭൂമിക്കടിയിൽ പ്രകമ്പനം. പി.സി. ഡാം പരിസരത്ത് ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇന്ന് വൈകിട്ട് 6:15 വലിയൊരു മുഴക്കവും പ്രകമ്പനവും അനുഭവപ്പെട്ടത്. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും ഭൂമിക്കടിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ശബ്ദം അല്ലെങ്കിൽ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്താണ് സംഭവിച്ചത്? ഇന്ന് വൈകിട്ട് 6:15 വലിയൊരു മുഴക്കവും അതുപോലെ പ്രകമ്പനവും ഒക്കെ ആ പ്രദേശവാസികൾക്ക് അനുഭവപ്പെട്ടത്. പീച്ചി ഡാമിന് പരിസരത്താണ് ഇത്തരത്തിലൊരു ഭൂമിക്കടിയിൽ നിന്നും ശബ്ദം ഒക്കെ ഉണ്ടായത്. അതായത് പീച്ചി ഡാമിന് സമീപത്തെ തെക്കേക്കുളം, അതുപോലെ ജണ്ടമുക്ക്, അമ്പലംകുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ ഒരു ഭൂമിക്കുലുക്കത്തിനോട് സമാനമായ അനുഭവം ഉണ്ടായത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ആളപായോ അല്ലെങ്കിൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഭൂകമ്പ മാപിനി ഉണ്ട് ആ പ്രദേശത്ത് തന്നെ, പക്ഷെ അതിൽ ഉള്ള രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനി അത് എന്തെങ്കിലും തരത്തിൽ ഭൂമിക്കുലുക്കം അല്ലെങ്കിൽ ഭൂകമ്പം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി വ്യക്തതയില്ല. അത് എന്തായാലും വരും മണിക്കൂറുകളിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും അത്തരത്തിൽ ഭൂമികുലുക്കത്തിന് സമാനമായ ഒരു വലിയ മുഴക്കവും പ്രകമ്പനവുമാണ് ആ പ്രദേശത്തുള്ളവർക്ക് അനുഭവപ്പെട്ടതെന്നുള്ള കാര്യമാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരേക്കും വന്നിട്ടില്ല. അങ്ങനെ തോന്നിയത് ഒരു ഭൂമികുലുക്കമാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമൊന്നും ഔദ്യോഗികമായി വന്നിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഭൂകമ്പ മാപിനികൾ എന്തായാലും അധികൃതർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും. റിക്ടർ സ്കെയിലിൽ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കും. എന്നാലും ഈ നിമിഷം വരെ അത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ വലിയ പ്രകമ്പനവും അതുമായി കുലുക്കവും ഒക്കെ അവിടെയുള്ളവർ കേട്ടതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത്. കാർത്തു. ശരി, എന്തായാലും പീച്ചി ഡാം പരിസരത്താണ് ഇത്തരത്തിൽ ഭൂമിക്കടിയിൽ നിന്നും ഒരു പ്രകമ്പനം അല്ലെങ്കിൽ അതുമായി സാമ്യമുള്ള ശബ്ദം കേട്ടതായുള്ള ഒരു അനുഭവം നാട്ടുകാർ അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അനീഷ് ആന്റണിയാണ് നൽകിയത്.